ബിജെപിയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുമുള്ള പിന്തുണ പൊതുവേദിയിൽ പരസ്യമായി പ്രഖ്യാപിച്ച് 24 ന്യൂസ് ചാനലിലെ ന്യൂസ് എഡിറ്റർ സുജയ പാർവതി. സംഘപരിവാർ തൊഴിലാളി സംഘടനയായ BMS സംഘടിപ്പിച്ച വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുജയ. അതേസമയം തൊഴിലിടങ്ങളിൽ ചൂഷണത്തിനെതിരെ ശബ്ദമുയർത്തുന്ന വനിതകളെ അടിച്ചമർത്തുന്ന കാലം കഴിഞ്ഞെന്നും സുജയ പറഞ്ഞു. തൊഴിലിടങ്ങളിലെ പരാതി പരിഹാര സമിതികളിൽ നിന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ പരാതി പിൻവലിച്ച് ഓടുന്ന വനിതകളുടെ കാലം കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സുജയ പാർവതി പ്രസംഗം ആരംഭിച്ചത്. എനിക്കെതിരെ ഒരു അതിക്രമം ഉണ്ടായാൽ ഞാനത് എന്റെ സ്ഥാപനത്തിനകത്തെ പരാതി പരിഹാര സമിതിയിലേക്കാണ് ആദ്യം പരാതിപ്പെടുന്നത്. ആ പരാതി പരിഹാര സമിതിയിൽ നിന്ന് നീതി ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ പലരും പരാതി പാതി വഴിയിൽ ഇട്ടിട്ട് പോകും. അല്ലെങ്കിൽ പ്രതിയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ അത് മാനേജ്മെന്റ് സമ്മർദ്ദമായി നിങ്ങളുടെ മുകളിലേക്ക് വരും. കാരണം പ്രതി എപ്പോഴും അധികാര ശ്രേണിയിൽ ഉന്നത സ്ഥാനത്തുള്ള ആളായിരിക്കും. അയാളെ സംരക്ഷിക്കാനായി ശ്രമിക്കുന്ന ഒരു ടീമാണ് ഒപ്പമുള്ളതെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ ആ പരാതി പിൻവലിച്ച് ഓടുകയല്ല വേണ്ടത്. ഈ നാട്ടിൽ മറ്റ് സംവിധാനങ്ങളുണ്ട്, നിയമത്തിന്റെ വഴിയുണ്ട്. മറ്റ് തൊഴിലാളി സംഘടനകളെ പോലെ തന്നെ BMS ആദരിക്കപ്പെടേണ്ട സംഘടനയാണെന്ന് പറഞ്ഞ സുജയ ഇതിന്റെ പേരിൽ തന്നെ സംഘി എന്ന് വിളിച്ചാൽ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. പൊതുവെ BMS പരിപാടികളിലേക്ക് മാധ്യമപ്രവർത്തകർ വരുമ്പോൾ കേൾക്കാറുള്ള ഒരു ചോദ്യം എനിക്കും നേരിട്ടു. നിങ്ങൾ സംഘിയാണ്, സംഘി ആയതുകൊണ്ടാണോ പോകുന്നത്? BMSന്റെ പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് സംഘിയാക്കുകയാണെങ്കിൽ അത് ആയിക്കോട്ടെ എന്നായിരുന്നു എന്റെ മറുപടി. കാരണം BMS എന്ന് പറയുന്നത് CIT പോലെയും AITUC പോലെയും ഒക്കെ തന്നെ ആദരിക്കപ്പെടേണ്ട, അതിനേക്കാൾ ബഹുമാനിക്കപ്പെടേണ്ട ഒരു സംഘടന തന്നെയാണ്. 9 വർഷത്തെ മോദി ഭരണകാലത്ത് രാജ്യത്തിന്റെ പുരോഗതിയെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും സുജയ പറഞ്ഞു. ഇക്കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് നമ്മുടെ രാജ്യം സ്വീകരിച്ച നേട്ടങ്ങൾ, കൈവരിച്ച നേട്ടങ്ങൾ അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അതിനു മുൻപ് ഇന്ത്യ ഇങ്ങനെയായിരുന്നു. ഇങ്ങനെയൊരു സമ്മേളനത്തിൽ വന്നിരുന്ന് ഇങ്ങനെയൊന്ന് കേട്ട് നിങ്ങൾക്ക് കൈവയ്ക്കാൻ തോന്നുന്നത്ര സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു 9 വർഷം മുൻപ്. നിങ്ങൾ എത്രത്തോളം നിങ്ങളെ ഉണർത്താൻ, നിങ്ങളെ ഒരുമിപ്പിച്ചു നിർത്താൻ കഴിയുമായിരുന്നു. കാലം മാറി. ഇന്ത്യയുടെ ചരിത്രത്തിൽ മാത്രമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ മാറ്റം വരുത്തിയ 9 വർഷങ്ങളാണ് കടന്നുപോയത്. ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കരുതെന്ന ആചാരം നിലനിൽക്കെ മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ വിശ്വാസിയായ താൻ പോയില്ല. അതൊരു നിലപാടാണ് സുജയ വ്യക്തമാക്കി. ശബരിമലയിലേക്കുള്ള സ്ത്രീ പ്രവേശനം ചർച്ചയായ സമയത്ത് ശബരിമലയിലേക്ക് പോകുന്നില്ല റിപ്പോർട്ടിങ്ങിനായാലും എന്ന് നിലപാടെടുത്തതിന്റെ പേരിൽ തൊഴിലിടത്തിൽ എനിക്ക് എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതെന്റെ നിലപാടാണ്, എന്റെ വിശ്വാസം. നമ്മുടെ വിശ്വാസവും നിലപാടും അടിയറവ് വെച്ചുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ വേണ്ട എന്ന് വെച്ചാണ് ഇക്കഴിഞ്ഞ 16 വർഷവും ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം പിന്തുണയ്ക്കുന്നവരുടെ കയ്യിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്നത് മൂലം മറ്റ് രാഷ്ട്രീയമുള്ളവർ വേട്ടയാടപ്പെടുന്ന രീതി മാറണം. തൊഴിലിടത്തിൽ ലിംഗനീതി ഉറപ്പാക്കാൻ തെറ്റിനെ തുറന്ന് എതിർക്കണം. തന്റെ രാഷ്ട്രീയ ചായ്വും തൊഴിലും കൂട്ടിക്കൊഴിച്ച് നിശബ്ദയാക്കാൻ നോക്കേണ്ടെന്ന സന്ദേശമാണ് വനിതാ ദിനത്തിൽ 24 ന്യൂസ് എഡിറ്ററായ സുജയ പൊതുപരിപാടിയിൽ പങ്കെടുത്ത് പങ്കുവച്ചത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.